ജിടെക് എഡ്യൂക്കേഷൻ നൈപുണ്യ പഠനം നടത്തുന്നവർക്കായി നൽകുന്ന മൈ ക്രെഡിറ്റ്സ് കോഴ്സുകളുടെ ആദ്യ ഓൺലൈൻ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മികച്ച ഭാവി ഒരുക്കാനാണ് ജിടെക് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജിടെക് ചെയർമാൻ മെഹറൂഫ് മണലോടി പറഞ്ഞു. അതേസമയം ജിടെക് സ്ഥാപനത്തിനെതിരെ അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജിടെക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ മൈ ക്രെഡിറ്റ്സ് കോഴ്സുകളുടെ ആദ്യ ഓൺലൈൻ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം 2020 സ്കിൽ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ക്ലാസും നടന്നു. മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ മൊഹസിൻ തഹസിൽദാറും മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് കുമാറും മുഖ്യാതിഥികളായി. ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മെഹറൂഫ് മണലോടി അധ്യക്ഷത വഹിച്ചു. ജിടെക് എഡ്യൂക്കേഷൻ NEP അടിസ്ഥാനത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ജിടെക് ചെയർമാൻ മെഹറൂഫ് മണലോടി വിശദീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് മികച്ച ഭാവിയൊരുക്കാനാണ് ജിടെക് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും ഇതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള ലെറ്ററുകൾ കേരളത്തിലുള്ള പല കോളേജുകളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കും ആരൊക്കെ അയക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോലീസിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ ലെറ്ററിൻ്റെ ഫോർമാറ്റുകളാണ്. ഇതാരാ അയക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, FIR കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയോ ആണ് പറയുന്നത്. ഒരു ബന്ധവുമില്ലാത്ത രീതിയിലേക്കാണ് തട്ടിപ്പാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, HOD ജോസഫ് തോമസ്, റീജിയണൽ അസോസിയേറ്റ് മുഹമ്മദ് അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.